ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് ചെയ്ത് യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്ന ആരോപണവുമായി യുവാവിന്റെ കുടുംബം. സഹോദരൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കഴിഞ്ഞ 28-ന് പുലർച്ചെയാണ് നിലമ്പൂർ അയ്യാർപോയിൽ തൈക്കാടൻ അബ്ദുവിന്റെ മകൻ മുഹമ്മദ് ജാസിദ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് യുവാവ് വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങി മരിച്ചത്. സംഭവം നടന്ന് 8 ദിവസമായിട്ടും നിലമ്പൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ അന്വേഷണം നടത്താനോ സഹോദരൻ തന്റെ മരണത്തിന് കാരണക്കാരായ 4 പേരുടെ പേരുകൾ പറഞ്ഞിട്ട് ഇവരെ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. ജാസിദിന്റെ ഫോൺ വാങ്ങി തെളിവുകൾ നശിപ്പിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ജാസിദിന്റെ സഹോദരൻ മെഹബൂബ് എസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. തന്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ 2 പോലീസുകാരെ മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താനെന്നും മെഹബൂബ് പറഞ്ഞു. ഞാൻ എന്റെ അനിയന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എന്റെ ഉപ്പി എന്റെ ഏട്ടനും കൂടി ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അപ്പൊ അതുമായി ഞങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിൽ ഇപ്പൊ ഏകദേശം ഇന്നേക്ക് 8 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇതുമായി ഞങ്ങൾ 3 പ്രാവശ്യം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി. ഒരു പ്രാവശ്യം ഇപ്പൊ പുതിയ ചാർജ് എടുത്ത CIനെ കാണാനും സ്റ്റേഷനിൽ പോയി. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും തക്കതായ ഒരു അന്വേഷണം, നല്ല രീതിയിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അവരെ വിളിപ്പിക്കാനോ ഞങ്ങളെ വിളിപ്പിച്ച് എന്തെങ്കിലും മൊഴിയെടുക്കാനോ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മേൽപ്പറഞ്ഞ പ്രതികളെ സ്റ്റേഷനിൽ വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിപ്പിക്കാനോ ഒന്നും ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് മലപ്പുറം SP ഓഫീസിൽ പോയിട്ട് ഒരു പരാതി രേഖപ്പെടുത്തേണ്ടി വന്നു. അവിടെ അഡീഷണൽ SP മുഖാന്തരം ഞാനൊരു പരാതി രേഖപ്പെടുത്തി. ഇന്നലെ എനിക്ക് SP സാറെ നേരിട്ട് കാണേണ്ടി വന്നു. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് എനിക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂർ DSP ഓഫീസിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ട് ആ സാറേയും കൂടി കണ്ടിട്ട് വേണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനെന്നാണ് എന്നോട് അവിടുന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൽ ഞങ്ങൾക്കുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 പോലീസുകാരും കൂടി ഉൾപ്പെട്ടത് കൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ഈ അന്വേഷണത്തിൽ ഈ സ്റ്റേഷനിൽ ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കില്ല എന്നും അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. SP-യുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DYSPക്ക് പരാതി നൽകും. തന്റെ സഹോദരന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേർക്കുമെതിരെ നടപടി ഉണ്ടാകും വരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. SP-ക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇല്ലെങ്കിൽ DGPക്ക് പരാതി നൽകും. മുഖ്യമന്ത്രി നേരിൽ കണ്ട് കുടുംബം പരാതി നൽകുമെന്നും മെഹബൂബ് പറഞ്ഞു. ജാസിദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്താത്തതിനെതിരെ ഡിവിഷൻ കൌൺസിലർ നാജിയ ഷാനവാസും രംഗത്ത് വന്നു. യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട് മരിക്കുന്നതിനു മുൻപ് യുവാവ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണമെന്നും കൌൺസിലർ പറഞ്ഞു. വീഡിയോയിൽ പോലീസിന് നേരെയും ആക്ഷേപമുള്ള സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണത്തിന് ലോക്കൽ പോലീസിന് വേണ്ട നിർദ്ദേശം നൽകാൻ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നടപടി സ്വീകരിക്കണമെന്നും കൌൺസിലർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.